അമ്മാമ്മയുടെ കാലത്തെ ക്രിസ്മസിനെ പറ്റി പറയാം. അമ്മാമ്മയുടെ ചെറുപ്പകാലത്ത് ക്രിസ്മസ് വളരെ ആഘോഷമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. വളരെ കേമമായിട്ട്. ഇന്നത്തെ പോലെയൊന്നുമല്ല അന്നത്തെ ക്രിസ്മസൊക്കെ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ക്രിസ്മസ് വരുമ്പോൾ പിള്ളേർക്ക്. അമ്മാമ്മ ജനിച്ചത് 12 ദ്വീപുകൾ ഉൾപ്പെട്ട വലിയ കടമക്കുടി എന്ന സ്ഥലത്താണ്. അവിടെ അന്ന് ധാരാളം ബോട്ടുകൾ, എറണാകുളത്തേക്ക് ധാരാളം ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്ത് സാധനം വാങ്ങണമെങ്കിലും ഡോക്ടറെ കാണണമെങ്കിലും കോളേജിൽ പഠിക്കാനും എല്ലാം എറണാകുളത്ത് പോകണം. അപ്പം എറണാകുളവുമായി വളരെ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. എറണാകുളത്തെ ഒരു സംസ്കാരമാണ് കടമക്കുടിയിലും കിട്ടിയിട്ടുള്ളത്. ഈ ക്രിസ്മസ്, ഈ ന്യൂ ഇയർ, ഈസ്റ്റർ എല്ലാ ആഘോഷങ്ങളും അവിടെ കേമമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഒരു മാസം മുമ്പ് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. കുട്ടികളാണെങ്കിൽ അന്ന് നക്ഷത്രമൊക്കെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. കോലുകൾ നീളത്തിൽ കീറി നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാക്കി ടൊയിൻ കൊണ്ട് കെട്ടി പല നിറത്തിലുള്ള കടലാസുകൾ ഒട്ടിച്ചാണ് നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത്. വീടിൻ്റെ മുറ്റത്ത് 4 തൂണിട്ട് വാരികൾ കൊണ്ട് വാരി കഷ്ണങ്ങൾ കെട്ടി ചെറിയ വീട് പോലെ ഉണ്ടാക്കണം പുൽക്കൂടിൽ. അതിന് ചെറിയ ചട്ടികളിൽ ഞാറ് മുളപ്പിച്ച് വയ്ക്കും. നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കും മുളപ്പിച്ച്. അത് വളർന്ന് നല്ല കട്ടിയിൽ വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ശേലാണ്. ഇതൊക്കെ കുട്ടികൾ നേരത്തെ ചെയ്തു വയ്ക്കും. ക്രിസ്മസിൻ്റെ സ്കൂൾ പൂട്ടിയാൽ ഉടനെ ക്രിസ്മസിൻ്റെ ജോലികൾ തുടങ്ങി. പുൽക്കൂടുണ്ടാക്കാനും നക്ഷത്രം ഉണ്ടാക്കാനും ഒക്കെ. അമ്മമാരും അച്ചപ്പം, കുഴലപ്പം, പൗലോസുണ്ട തുടങ്ങിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും കൊച്ചുങ്ങൾക്ക് സ്കൂൾ പൂട്ടിയാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഇന്നത്തെ പോലെ ബേക്കറി പലഹാരങ്ങളൊന്നും അധികം വാങ്ങുകയില്ല, കിട്ടുകയുമില്ല. കടമക്കുടിയിൽ ബേക്കറിയൊന്നുമില്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് പതിവ്. ക്രിസ്മസിൻ്റെ തലേ ദിവസം അമ്മമാർക്കും നല്ല തിരക്കായിരിക്കും. പലതരത്തിലുള്ള അപ്പങ്ങൾ ചുടണം. വട്ടിയപ്പം, കിണ്ണത്തപ്പം, വെള്ളയപ്പം. അരിപ്പൊടിയും പഞ്ചസാരയും കള്ളും ഉപയോഗിച്ചാണ് അപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ, ധാരാളം തേങ്ങാപ്പാലും ചേർക്കണം. അങ്ങനെ ഇറച്ചിക്കറികൾ വയ്ക്കണം. ഇതൊക്കെയാണ് തലേദിവസമാണ് ഇതൊക്കെ ചെയ്യണത്. അന്ന് ധാരാളം അപ്പം ചുടണം. ആരെങ്കിലും മരിച്ചാലും ആ വീട്ടിൽ വാലായ്മയായിരിക്കും. ആ വാലായ്മയുള്ള വീട്ടിൽ ജോലി എടുക്കുന്നവരുടെ വീട്ടിലേക്കുമൊക്കെ അപ്പം കൊടുക്കണം. ഒരു 10 മണി വരെയും അപ്പം ചുടണം. എന്നാലേ ഇതിനൊക്കെ തികയുള്ളൂ. കൃത്യം 7 മണിക്ക് കരോൾ സംഘം പള്ളിയിൽ നിന്ന് ഇറങ്ങും. അത് ഇന്നത്തെ പോലെ കുറച്ച് കുട്ടികളും മാത്രമായിട്ടല്ല വരണം. അന്ന് നാട്ടിലുള്ള ചെറുപ്പക്കാർ, കുട്ടികൾ, കുറേ മുതിർന്നവർ എല്ലാം കൂടി നല്ലൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടാവും. അത് പാട്ടും വിളക്കും കൊട്ടും ഒക്കെയായി വളരെ ആഘോഷത്തോടെയാണ് വരുന്നത്. പപ്പാഞ്ചി, ആട്ടിടയന്മാർ, മാലാഖമാർ ഇവരുടെ എല്ലാം വേഷം കെട്ടി നല്ല പാട്ടുകളൊക്കെ പാടി സന്തോഷത്തോടെയും ഭക്തിയോടെയുമാണ് കരോൾ സംഘം വരുന്നത്. കരോൾ സംഘം 12 മണിയാകുമ്പോൾ തിരിച്ച് പള്ളിയിലെത്തും. കൃത്യം 12 മണിക്ക് പാതിര കുർബാന തുടങ്ങും. അതിന് കടമക്കുടിയിൽ നടക്കാൻ പാടുള്ളവരെല്ലാം ആ കുർബാനയിൽ സംബന്ധിക്കും. എല്ലാവരും സഹകരിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ഉറക്കം. ഉറങ്ങാൻ കുറച്ച് സമയമോ കിട്ടുള്ളൂ. കാലത്തെ ഭക്ഷണം വെള്ളയപ്പം, ആട്ടിറച്ചി സ്റ്റൂ, ബീഫ് വരട്ടിയത് ഇവയാണ്. കാലത്തെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടി കേക്ക് മുറിക്കും.
ക്രിസ്മസ് കേക്ക് മുറിക്കും. പിന്നെ ഉച്ചയൂണ് വിഭവസമൃദ്ധമായിട്ടാണ്. താറാവിറച്ചി റോസ്റ്റ്, കട്ട്ലേറ്റ്, കരിമീൻ വറുത്തത്, പോർക്കിറച്ചി വരട്ടിയത്, എല്ലാ വിഭവങ്ങളും ഉണ്ടാകും. ഏത് വീട്ടിലും 2 തരം ഇറച്ചിയെങ്കിലും അവിടെ ഉണ്ടാകും. ഇവിടെ താറാവിറച്ചി എല്ലാ വീട്ടിലും ഉണ്ടാകും. താറാവിറച്ചിക്ക് കടവക്കുടിയിൽ പഞ്ഞമൊന്നുമില്ല. അവിടെ എല്ലാ വീട്ടിലും താറാവിനെ വളർത്തും. ചുറ്റും പുഴയുള്ളതുകൊണ്ട് താറാവുകളെല്ലാം വളർത്തുവാൻ സുഖമാണ്. അങ്ങനെ ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ആഘോഷം.